വളരെ മഹത്വമുള്ള ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. 4 റക്അത്തുകളുള്ള ഈ നിസ്കാരം ഈ 2 റക്അത്തുകളായിട്ടാണ് നിസ്കരിക്കേണ്ടത്. തസ്ബീഹ് നിസ്കാരത്തിന് പ്രത്യേക സമയമൊന്നുമില്ല. രാത്രിയും പകലും എപ്പോഴും ഇത് നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. മുന്തിയതോ പിന്തിയതോ രഹസ്യമോ പരസ്യമോ മനഃപൂർവ്വമോ അല്ലാതെയോ ചെയ്ത തെറ്റുകൾ തസ്ബീഹ് നിസ്കാരം നിമിത്തമായി പൊറുക്കപ്പെടുന്നതാണ്. തസ്ബീഹ് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിസ്കരിച്ചിരിക്കണം എന്നാണ്. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം ഹദീസുകളിൽ കാണാം. കഴിയുമെങ്കിൽ ദിവസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയോ അതുമല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയോ അതിനും കഴിഞ്ഞില്ലെങ്കിൽ ആയുസ്സിൽ ഒരു തവണയെങ്കിലും തസ്ബീഹ് നിസ്കാരം നിർവഹിച്ചിരിക്കണം. തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിൽപ്പെട്ടതാണ്. തസ്ബീഹ് നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ നിസ്കാരത്തിൽ തസ്ബീഹുകൾ കൂടുതൽ ചൊല്ലുന്നത് കൊണ്ടാണ് ഇതിന് തസ്ബീഹ് നിസ്കാരം എന്ന പേരു തന്നെ വന്നത്. ഇതിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണെന്ന് നോക്കാം. 4 റക്അത്തുകളുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണിത്. 4 റക്അത്തുകളിലായി 300 തസ്ബീഹാണ് ചൊല്ലി തീർക്കുന്നത്. പകലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ 4 റക്അത്തുകളും ഒരുമിച്ച് നിസ്കരിക്കുന്നതാണ് ഉത്തമം. എന്നാൽ രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഈ 2 റക്അത്തുകളായി നിസ്കരിക്കാവുന്നതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹാണ് ഈ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നത്. അതുപോലെ ഓരോ റക്അത്തുകളിലുമായി പ്രത്യേകം സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട്. 1-ാമത്തെ റക്അത്തിൽ സൂറത്തു തക്കാസുറും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അസ്വറും 3-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 4-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തുമാണ് ഓതേണ്ടത്. സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കാരം തുടങ്ങുക. നിയ്യത്ത് വെക്കേണ്ടത് തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് കരുതണം. അറബിയിൽ നമുക്ക് ഉസല്ലി സുന്നത്ത സ്വലാത്തു തസ്ബീഹി റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് നിയ്യത്ത് വെക്കാം. ഇത് ഈ 2 റക്അത്തായി നിസ്കരിക്കുന്നതിൻ്റെ നിയ്യത്താണ്. ഇത് പകലിൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്തായി നിസ്കരിക്കുന്നു എന്നതിന് പകരം 4 എന്നാക്കി നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെച്ചതിന് ശേഷം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്നത് പോലെ വജ്ജഹത്തുവും ഫാത്തിഹ സൂറത്തും ഓതുക. ശേഷം 1-ാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തു തക്കാസുർ ഓതുക. അതിനുശേഷമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം 15 തസ്ബീഹാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ ചൊല്ലുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അള്ളാഹു ഒഴികെ ഒരു ആരാധ്യനുമില്ല. അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്നാണ് ഈ തസ്ബീഹിൻ്റെ അർത്ഥം. നമ്മൾ ഒരുപാട് തവണ തസ്ബീഹ് ചൊല്ലുമ്പോൾ ഇതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയിരിക്കൽ വളരെ പുണ്യമാണ്. ശേഷം നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂ ചെയ്യുക. റുക്കൂയിൽ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ 3 തവണ ചൊല്ലിയതിനു ശേഷം 10 തവണയാണ് ഈ തസ്ബീഹ് ചൊല്ലേണ്ടത്. ശേഷം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുത്തിദാലിലേക്ക് പ്രവേശിക്കുകയും സാധാരണ ചൊല്ലുന്ന ദിക്ർ ചൊല്ലി അതിനുശേഷം എഴുത്തിദാലിലും 10 തവണ തസ്ബീഹ് ചൊല്ലുക. തുടർന്ന് നേരെ സുജൂദ് ചെയ്യുക. സുജൂദിൽ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന ദിക്ർ 3 തവണ ചൊല്ലിയതിനു ശേഷം വീണ്ടും തസ്ബീഹ് 10 തവണ ചൊല്ലുക. ശേഷം ഇടയിലെ ഇരുത്തത്തിനായി എഴുന്നേൽക്കുമ്പോൾ ഇടയിൽ ചൊല്ലുന്ന റബ്ബി ഉഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹദിനി വആഫിനി എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം വീണ്ടും 10 തവണ ഈ തസ്ബീഹ് ചൊല്ലുക. ശേഷം 2-ാമത്തെ സുജൂദ് കൂടി ചെയ്യുക. സുജൂദിൽ ചൊല്ലുന്ന ദിക്റും ചൊല്ലി സുജൂദിൽ നിന്നും വീണ്ടും 10 തവണ തസ്ബീഹ് ചൊല്ലുക. ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സാധാ നിസ്കരിക്കുമ്പോൾ വേഗം എഴുന്നേൽക്കും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ്. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കണം. പെട്ടെന്ന് എഴുന്നേൽക്കാൻ പാടില്ല. ഈ ഇരുത്തത്തിലും 10 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 തവണ തസ്ബീഹ് ചൊല്ലുക. ഇപ്പോൾ നമ്മൾ ഒരു റക്അത്ത് പൂർത്തിയാവുകയും ഒരു റക്അത്തിൽ മൊത്തം 75 തസ്ബീഹ് ചൊല്ലുകയും ചെയ്തു. ഇനി 2-ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കണം. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുകയും ശേഷം പ്രത്യേകം സുന്നത്തുള്ള
സൂറത്തുൽ അസ്വർ സൂറത്ത് ഓതുകയും അതിനുശേഷം 15 തവണ തസ്ബീഹ് ചൊല്ലുകയും ചെയ്യണം. ശേഷം റുക്കോയിലേക്ക് പ്രവേശിക്കുക. റുക്കോയിൽ ചൊല്ലുന്ന ദിക്ർ ചൊല്ലുകയും 10 തസ്ബീഹ് ചൊല്ലുകയും ചെയ്യണം. ശേഷം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുത്തിദാലിലേക്ക് പ്രവേശിക്കുകയും എഴുത്തിദാലിൽ ചൊല്ലുന്ന ദിക്ർ ചൊല്ലി 10 തവണ തസ്ബീഹ് ചൊല്ലുക. പിന്നീട് സുജൂദിലേക്ക് പ്രവേശിക്കുകയും സുജൂദിൽ ചൊല്ലുന്ന ദിക്ർ 3 തവണ ചൊല്ലിയതിനു ശേഷം ഈ തസ്ബീഹ് 10 തവണ ചൊല്ലുക. ശേഷം സുജൂദിൽ നിന്നും എഴുന്നേൽക്കുകയും ശേഷം സുജൂദിൽ നിന്നും ഉയർന്ന് ഇടയിലെ ഇരുത്തം ഇരിക്കുകയും ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 തവണ തസ്ബീഹ് ആവർത്തിക്കുക. വീണ്ടും രണ്ടാമത്തെ സുജൂദ് ചെയ്യുക. സുജൂദിൽ ചൊല്ലുന്ന ദിക്ർ ചൊല്ലുക. 10 തവണ തസ്ബീഹ് ചൊല്ലുക. രണ്ടാമത്തെ സുജൂദിൽ നിന്നും ഉയർന്ന് അത്തഹിയാത്തിന് ഇരിക്കണം. അത്തഹിയാത്തിന് ഇരുന്നാൽ ആദ്യം 10 തവണ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം അത്തഹിയാത്ത് ഓതലാണ് സുന്നത്ത്. ശേഷം നിസ്കാരം സാധാരണ ചെയ്യാറുള്ളതുപോലെ പൂർത്തിയാക്കുകയും സലാം വീട്ടുകയും ചെയ്യണം. ഇതോടുകൂടി 2 റക്അത്ത് നിസ്കാരം പൂർത്തിയായി. ഇപ്പോൾ മൊത്തം 4 റക്അത്തിൽ 300 തസ്ബീഹ് ചൊല്ലുന്നതിൽ 2 റക്അത്തിലായി 150 തസ്ബീഹ് ചൊല്ലി പൂർത്തിയാക്കി. സലാം വീട്ടിയതിനു ശേഷം ഉയരുകയും അടുത്ത 2 റക്അത്തുകൾ നിസ്കരിക്കാൻ നിൽക്കുകയും ചെയ്യണം. സലാം വീട്ടിയതിനു ശേഷം മൂന്നാമത്തെ റക്അത്ത്, അതായത് ബാക്കി 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കണം. ഫാത്തിഹയ്ക്ക് ശേഷം മൂന്നാമത്തെ റക്അത്തിൽ കാഫിറൂൻ സൂറത്താണ് ഓതേണ്ടത്. അതിനുശേഷം 15 തസ്ബീഹ് ചൊല്ലുകയും മുൻപ് പറഞ്ഞതുപോലെ ആവർത്തിക്കുകയും ചെയ്യണം. ഓരോ ദിക്റുകളും നിസ്കാരത്തിൽ സാധാരണ ചൊല്ലുന്നത് പോലെ ചൊല്ലി 10 തസ്ബീഹ് വീതം ചൊല്ലണം. ശേഷം 4-ാമത്തെ റക്അത്തിലേക്ക് കടക്കുകയും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതേണ്ടത്. ശേഷം 15 തസ്ബീഹ് ചൊല്ലണം. ബാക്കിയെല്ലാം മുൻപ് പറഞ്ഞതുപോലെ ആവർത്തിക്കുക. 4 റക്അത്തുകൾ നിസ്കരിച്ചു കഴിയുമ്പോഴേക്കും 300 തസ്ബീഹ് ചൊല്ലി പൂർത്തിയായിട്ടുണ്ടാവും. തസ്ബീഹ് ചൊല്ലുമ്പോൾ കൈവിരലിൽ എണ്ണം നമുക്ക് മനസ്സിൽ കണക്കാക്കാവുന്നതാണ്. നിസ്കാരം ബാത്തുലാവാത്ത വിധം കൈവിരലിൽ എണ്ണി തിട്ടപ്പെടുത്താവുന്നതാണ്. പരമാവധി കൃത്യം എണ്ണം തസ്ബീഹുകൾ ചൊല്ലാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ പരമകാരുണ്യവാനായ റബ്ബ് നമുക്ക് പുറത്തു തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നല്ല രീതിയിൽ നിസ്കാരം പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ എത്രത്തോളം മഹത്വമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ജീവിതത്തിലുടനീളം തസ്ബീഹ് നിസ്കാരത്തെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.